രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി. എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദ്ദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്ന് അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം. കർത്താവ് നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് എലീശയോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് എന്ത് ഞാൻ നിനക്ക് ചെയ്തു തരണം. ഹല്ലേലൂയ. ഇങ്ങനൊരു ചോദ്യം കേൾപ്പാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളോട് ചോദിക്കണം, എന്താണ് ചെയ്തു തരേണ്ടത് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം നമ്മളൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. സ്തോത്രം. ഈ എലീശ, ഏലിയാവിന്റെ എലീശയുടെ കഥയൊക്കെ നമുക്കറിയാലോ. ഈ എലീശ ഈ ചോദ്യം ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ അങ്ങ് ചോദിച്ചതൊന്നുമല്ല. സ്തോത്രം. ചില കടമ്പകൾ ആര് കടന്നു? എലീശ കടന്നു. അങ്ങനെ കടമ്പകൾ കടന്ന് അവസാനം എത്തിയപ്പോഴാണ് ഏലിയാവ് എലീശയോട് ചോദിച്ചത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടപ്പാനാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈസി ആയിട്ട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യം ഏലീശ കേൾക്കുന്നത്. എവിടെയെങ്കിലും പകുതിയിൽ വെച്ച് ഏലീശ തൻ്റെ യാത്ര, ഏലിയാവിനോടൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിപ്പാനോ അല്ലെങ്കിൽ ചോദ്യം കേൾപ്പാനോ അതിൻ്റെ ഉത്തരം ലഭിക്കുവാനോ സാധ്യതയില്ലായിരുന്നു. നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണമെന്നാണ് എലീശ പറഞ്ഞത്. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗിൽഗാലിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ടു. എലീശ പറഞ്ഞു, നീ ഇവിടെ താമസിച്ചു. ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഏലിയാവ് പറഞ്ഞു എലീശയോട്, നീ ഇവിടെ താമസിച്ചു. അതുപോലെ എരിഹോവിലൊക്കെ പറഞ്ഞു, യോർദാനിലെല്ലാം ചെന്ന് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചു, വരണ്ട. സ്തോത്രം. അന്നേരം എലീശ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയാണേ, എൻ്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും, സ്തോത്രം, യഹോവയെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്നൊരു തീരുമാനവും പ്രതിഷ്ഠയും എൻ്റെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതിനൊരൊറ്റ കാര്യമാണ് വേണ്ടത്. എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷമായി യാത്ര ചെയ്യുമെന്നുള്ള ഒരു അകത്തു നിന്നുള്ള ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനം എനിക്ക് നിനക്കുമുണ്ടെങ്കിൽ എലീശ കേട്ടതുപോലെ ഒരു ഇമ്പസ്വരം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് കേൾപ്പാൻ ഇടയായി.
ഹല്ലേലൂയ. ഈ ഏലീശയും ഏലിയാവിന്റെ യാത്രയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. ഗിൽഗാലിൽ നിന്ന് ഈ ചോദ്യം വന്നില്ല കേട്ടോ. ഏലിയാവ് ഏലീശയോടുള്ള ചോദ്യം ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നാണ് വായിക്കുക. അപ്പൊ ഗിൽഗാലിൽ വന്ന് പാർക്കുക. സ്തോത്രം. ഇവര് രണ്ടുപേരും ഗിൽഗാലിൽ വന്ന് പാർക്കുക. ഗിൽഗാലിൽ വന്ന് പാർത്തു, അവിടുന്ന് യാത്ര പുറപ്പെട്ടു. സ്തോത്രം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പാണ് ഇത് കാണിക്കുന്നത്. സ്തോത്രം. ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് അറിയാം. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. യോശുവ 4:19, 5:9 ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിന്റെ കിഴക്കേ അതിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ഈ യോർദാനിനക്കരെ കടന്ന്. ഇനി 5:9 വായിച്ചേ. യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. മതി. നോക്കുക, ഗിൽഗാൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ വായിച്ച വാക്യത്തിൽ നാം കണ്ടത് അവർ ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇവിടെ ഒരു കൂട്ടർ വന്ന് ഗിൽഗാലിൽ താമസിക്കുകയാണ്. സ്തോത്രം എന്ന് പറയും. ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അർത്ഥം നമ്മൾ കണ്ടു, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. എന്തുകൊണ്ട് ഗിൽഗാലിൽ വന്ന് പാർത്തു എന്ന് പ്രത്യേകിച്ച് ദൈവവചനത്തിൽ പറയുന്നു എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്, അവർ മിസ്രയീമിലായിരുന്നു. അല്ലെ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നു. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും, അവരുടെ കഷ്ടതയിൽ നിന്നും കർത്താവ് അവരെ വിടുവിച്ചു കൊണ്ടെന്ന് എവിടെ കൊണ്ടുവന്നു? അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയുടെ എല്ലാ തിക്ത അനുഭവങ്ങളും അനുഭവിച്ച് ലാസ്റ്റ് യോർദാങ്കൽ വന്ന് യോർദാനും കഴിഞ്ഞ്, അതായത് കനാൻ നാട്ടിൽ പ്രവേശിച്ച് ആദ്യമായിട്ട് കൂടാരമടിച്ച സ്ഥലമാണ് ഏത്? ഗിൽഗാൽ എന്ന് പറയുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ അടിമത്വത്തെ കർത്താവ് മാറ്റി പാപത്തിൻ്റെതായ എല്ലാ, അല്ലെങ്കിൽ നോക്കുക, നമ്മളെ പീഡിപ്പിക്കുന്ന എല്ലാ ആ അനുഭവങ്ങളിൽ നിന്ന് മാറി ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ച് അവരുടെ വാഗ്ദത്ത നാടായ കനാനിൽ ആദ്യം പാളയം അടിച്ച സ്ഥലമാണ് ഏത്? ഗിൽഗാൽ. സ്തോത്രം. ഇത് കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ആത്മീക ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നു, പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മുടെ ജീവിതം ഒക്കെ അവസാനിപ്പിച്ച് കളയാൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? പലരും ചിന്തിച്ച് തുനിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ പാപത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പാപത്തിന്റെ എല്ലാ അന്ധകാരത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച്, ഹല്ലേലൂയ, അവന്റെ രക്തത്താൽ നമ്മെ കഴുകി എന്ത് ചെയ്തു? നമ്മെ കൊണ്ട് നട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ തോട്ടത്തിൽ നമ്മെ കൊണ്ട് നട്ടു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ദകളെ, പാപത്തിന്റെ എല്ലാ നിന്ദകളെയും ശോചനകളെയും കർത്താവ് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ നീക്കിക്കളഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച സന്ദർഭം ഏത്? ഗിൽഗാലിന്റെ അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഗിൽഗാലിന്റെ പലപ്പോഴും നാം ഈ ഗിൽഗാലിന്റെ അനുഭവത്തിൽ നമ്മളെ നിന്ന പോയി. അവിടെ കുറെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ചരിത്രം ഉറങ്ങുന്ന പ്രദേശമാണ് ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ. അവര് യോർദാനിൽ നിന്ന് 12 കല്ലെടുത്തുകൊണ്ട് നാട്ടിയിട്ട് എല്ലാവർക്കും കാണുവാൻ വേണ്ടി അവിടെ നാട്ടി വെച്ചേക്കുകയാണ്. എന്നിട്ട് യോശുവയോട് പറയാണ്, ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. എന്താണ്? കർത്താവ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് യോർദാൻ കടത്തി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. മാത്രമല്ല ദൈവത്തെ
ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്ന സ്ഥലമാണ്. കാരണം അവരുടെ സ്വന്തം പ്രയത്നം, ആ നാടിന്റെ വിളവ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതിക നന്മകളും അവർക്ക് ലഭിച്ചു. മരുഭൂമിയിൽ കർത്താവ് അവർക്ക് മന്ന നൽകി. എന്നാൽ ഇവിടെ നോക്കുക, ഈ ഗിൽഗാലിൽ വന്ന് താമസിച്ചപ്പോൾ അവർക്ക് എന്ത് നൽകി? ഭക്ഷിപ്പാൻ അവർക്ക് വിളവ് നൽകി. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയത്നത്തിന്റെ, അധ്വാനത്തിന്റെ ഫലം അവര് അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും വെൽ സെറ്റിൽഡ് ആയിരിക്കുന്ന പ്രദേശമാണ് ഇത് ഗിൽഗാൽ എന്ന് പറയുന്നത്. നമ്മളും ഇതുപോലെ നോക്കി, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മൾ ദൈവത്തിന്റെ രാജ്യത്താക്കിക്കൊണ്ട് വെക്കുമ്പോൾ നാം ഓർക്കും എല്ലാം സെറ്റിൽഡ് ആണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നാം വായിച്ച വാക്യത്തിൽ നാം വായിക്കുന്നതെന്നാണ്, അവർ ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം എവിടെയാ? ഈ ഗിൽഗാലിന്റെ അനുഭവത്തിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ പഴയ കാലത്തിലേക്ക് എന്നെ എന്ത് ചെയ്യണം? നടത്തണേ. അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കാരണം നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആ സമയത്ത് നമുക്ക് വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷവും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് നടത്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യുക? അങ്ങ് പോവുക. സ്തോത്രം. ആ തൃപ്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കാരണം നമ്മൾ ഇറങ്ങിയ സമയം ആലോചിച്ച് നോക്കിയ അല്ലെ, എന്ത് തീഷ്ണതയായിരുന്നു നമുക്ക്. സ്തോത്രം. അതിലങ്ങ് തൃപ്തിപ്പെട്ട് നമ്മൾ പോവുക. എന്നാൽ ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നൊരു ചോദ്യം കർത്താവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഗിൽഗാലിൽ താമസിച്ചാൽ പോരാ കേട്ടോ. സ്തോത്രം. ഇവിടം വരെ എത്തിയാ പോരാ. ഈ അനുഭവത്തിലേക്ക്, പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് നാം ജസ്റ്റ് ഇങ്ങോട്ട് കടന്നു വന്നാൽ പോരാ. ഹല്ലേലൂയ. അവിടെ നമുക്ക് അനുഗ്രഹമുണ്ട്. അവർ ആ ദേശത്തിന്റെ വിളവ് അവർ ഭക്ഷിച്ചു. അതല്ലേ വായിച്ച 5:11 വായിച്ച്. പിറ്റേ ദിവസം അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. നമുക്ക് ദേശത്തിലെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഇവരെ ദൈവം പോറ്റിക്കൊണ്ട് വന്നു. ഇവരെന്ത് ചെയ്തിട്ടില്ല? മന്നയാണ് തിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഇവർ കഴിക്കുന്നത് എന്താണ്? അവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാൽ കുറെ നാളുകൾ അവരവിടെ എന്ത് ചെയ്തു? താമസിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. എന്ന് പറഞ്ഞാല് സ്തോത്രം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയാൽ നമ്മൾ വിചാരിക്കുക അത് മതി എന്ന്. അല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് ആരുടെയും ഇതൊന്നും വേണ്ട, ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകാം എന്നൊക്കെ നാം ചിന്തിക്കും. സ്തോത്രം. അവിടെ നമുക്ക് ഗിൽഗാൽ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അപമാനമൊന്നുമില്ല, നമ്മുടെ നിന്ന് മാറിക്കളഞ്ഞ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിച്ച്, ഒരു നല്ല പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലവും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫലം ലഭിക്കുന്നുണ്ട്. എല്ലാം വെൽ സെറ്റിൽഡ് ആയിപ്പോയി. കർത്താവ് നമ്മുടെ നിന്നെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ ഇതുകൊണ്ട് നാം ഇങ്ങനെ പൊത്തുവരുത്തപ്പെട്ടു പോവുക പലപ്പോഴും. സ്തോത്രം. എന്നാൽ ഈ ഏലിയാവിന്റെയും ഏലീശയുടെയും കാര്യങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്, നാം അങ്ങനെ അതുകൊണ്ട് പൊത്തുവരുത്തപ്പെട്ടു പോയാൽ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നാം എത്തിച്ചേരുകയില്ല. സ്തോത്രം. ഏലീശയെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നേടിക്കൊണ്ട്. സ്തോത്രം. ഏലിയാവ് ചെയ്തതിലും അതിഭയങ്കരമായ കാര്യങ്ങള് ദൈവജനത്തിന് വേണ്ടി ചെയ്യുവാൻ അനോയിന്റഡ് ചെയ്യപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായി ഏലീശയെ നീ ഗിൽഗാലിൽ താമസിച്ചാൽ കർത്താവിന് നിന്നോടുള്ള ആ ദൂത്, അല്ലെങ്കിൽ കർത്താവിന് നിന്നിലൂടെയുള്ള ഒരു ദൗത്യമുണ്ട്. സ്തോത്രം. കർത്താവ് ഏലീശയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷനുണ്ട്. ആ മിഷൻ പൂർത്തിയാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഗിൽഗാലിൽ നിന്ന് നമുക്കൊരു യാത്ര ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരിടത്ത് നിൽപ്പാൻ അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽപ്പാൻ അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരു യാത്ര നമുക്ക് പുറപ്പെടണം. താഴോട്ട് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ താഴോട്ട് വായിക്കാം.
ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട് ഇവിടെ താമസിച്ചു കൊള്ളുക, ആ യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. മതി. അവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഏലീശയുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാ? ഏലിയാവാ. ഏലിയാവ് എന്തുകൊണ്ട് ഏലീശയോട് പറഞ്ഞു ഇവിടെ താമസിച്ചോ? കാരണം ഏലിയാവിന് ഏലീശയെ പറ്റിയുള്ള ദർശനം അത്രേ ഉള്ളൂ. അവന്റെ നിന്ന നീക്കി കളഞ്ഞു. അവനെ എന്ത് ചെയ്തു? കർത്താവ് ഒരിടത്ത് കൊണ്ട് ആക്കി. ഗിൽഗാലിൽ പ്രവാചക ശിഷ്യന്മാരുണ്ട്, അവരുടെ ഇടയിൽ പാർത്ത് അവിടെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഏലിയാവിന്റെ ദർശനം ഏലീശയെ കുറിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ താമസിച്ചോളാൻ. ഹല്ലേലൂയ. എന്നാൽ ഏലീശയ്ക്ക് മറ്റൊരു ദർശനമുണ്ട്. ഏലീശയ്ക്ക് ഒരു വിഷൻ ഉണ്ട്. എന്ത്? ഏലിയാവ് ചെയ്തതിലും അധികം ദൈവത്തിന് വേണ്ടി എനിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ജീവനാണേ, ദൈവമാണേ, ഞാൻ നിന്നെ വിടുകയില്ല, നിന്റെ പുറകെ തന്നെ ഞാൻ എന്ത് ചെയ്യും? പോരും. പലപ്പോഴും ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞു വരുന്നതാണ്, പലരും നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രോത്സാഹനം നൽകുന്ന പലരും നമ്മളെ എന്ത് ചെയ്യും? ഒരിടത്ത് ഇരുത്താൻ ശ്രമിക്കും. എന്നാ ഞാൻ പറഞ്ഞത്, പാസ്റ്ററായ ഞാന് നിങ്ങൾ ഒരു പരിധി കൂടുതൽ ഉയർന്നാൽ എന്ത് ചെയ്യും? അമർച്ച ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഗിൽഗാലിൽ താമസിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഗിൽഗാലിൽ നിന്ന് നമുക്കൊരു യാത്ര ഉണ്ടെങ്കിൽ അതിന് പല തടസ്സങ്ങൾ എന്ത് ചെയ്യും? വരും. ഈ തടസ്സങ്ങളെ അതിജീവിക്കാൻ നമുക്കൊരു വിൽ പവർ വേണം. കർത്താവിന്റെ കൃപ എന്ത് ചെയ്യണം? നമുക്ക് വേണം. ഏലീശയെ പോലെ പറയണം, ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പ്രോഗ്രസിന്, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി നമ്മളെ ആത്മീകതയിൽ നയിക്കുന്ന പലരും ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മളെ ആത്മീകതയിൽ നയിക്കുന്ന പലരും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കും. എന്നാൽ ഹല്ലേലൂയ, അവിടെ താമസിക്കുവാനല്ല, ഈ ഗിൽഗാലിന്റെ അനുഭവത്തിൽ താമസിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു യാത്രയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആരെല്ലാം തടസ്സം നിന്നാലും, ആരെല്ലാം എതിര് നിന്നാലും, കർത്താവ് നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, അത് സമാപ്തിയിൽ എത്തുന്നിടം വരെ നാം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്കൊരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട് ഇരിക്കണം. അങ്ങനെ നോക്കുക, അവർ ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അടുത്തത് അവരെത്തിയത് എവിടെയാണ്? അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലം ബേഥേൽ. ആദ്യം തടസ്സം തന്നെ പറയാം. സ്തോത്രം. ആദ്യമേ നയിക്കുന്നവരായിരുന്നു എന്ത് ചെയ്തത്? തടസ്സപ്പെടുത്തിയത്. യാത്രയെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷയിൽ എത്താതിരിക്കാൻ ആദ്യമേ തടസ്സം നിന്നത് നയിച്ചവർ. സ്തോത്രം. ഇവിടെ പ്രവാചക ശിഷ്യന്മാർ അവനോട് എന്താണ്? നിന്റെ യജമാനൻ നിങ്ങൾ നിന്ന് എടുക്കപ്പെടും എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പോകണ്ട, ഇവിടെ താമസിച്ചുള്ളൂ. അവരോട് പറയാം, മിണ്ടി പോകരുതെന്നാ പറയുന്നത്. ഇവിടെ തടസ്സം നിൽക്കുന്ന ആരാന്നറിയാവോ? കൂട്ടത്തിലുള്ളവരാണ്. നേരത്തെ പാസ്റ്റർമാരായിരുന്നു, ഇപ്പൊ ആരാ? വിശ്വാസികളാണ്. അപ്പൊ രണ്ടുപേരും എന്തായി? ഒന്നിച്ചു. നമ്മള് ഒറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ ആശയം നമുക്ക് പ്രതികൂലങ്ങള് പ്രവാചക ശിഷ്യന്മാരിൽ നിന്നും ഉണ്ടാകും. ദൈവത്തിന് നമ്മോടുള്ള ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിൽ നാം എത്താതെ നമ്മെ തടുക്കുവാൻ, സ്തോത്രം, നമ്മെ നിർത്തുവാൻ, ആ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരാതിരിപ്പാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന പല കൂട്ടുവിശ്വാസികൾ.
നമ്മളോട് ഒന്നിക്കും, നമ്മളോട് കൂടെ കൂടും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ പാടുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആർക്കും അത്രയും കൊണ്ട് പിടിക്കില്ല, ആർക്കും ചെയ്തില്ല, അത്ര ഇഷ്ടപ്പെടത്തില്ല. അവർ അത്ര ഒന്നും വേണ്ട, അതിന് താഴെ നീ ഇവിടെയൊക്കെ നിന്നാ മതി. ഇത് തന്നെയാണ് ഏലീശയോട് പറഞ്ഞത്. സ്തോത്രം. അവരുടെ വാക്ക് കേട്ട് അവിടെ ഏലീശ നിന്നാൽ, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അവരുടെ വാക്ക് കേട്ട് ഏലീശ അവിടെ നിൽക്കുകയാണെങ്കിൽ ഏലീശയ്ക്ക് ഏലിയാവിന്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഏത്? ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു തരണമെന്നുള്ള ചോദ്യം കേൾപ്പാൻ ഇടയായി തീരത്തില്ല. സ്തോത്രം. ഏലീശയുടെ ദർശനം എന്തെന്ന് വ്യക്തമായി അറിയാമായതുകൊണ്ട് ഏലീശ ആ പ്രതിസന്ധികളെയും തരണം ചെയ്തു. സ്തോത്രം. ഇനി ബഥേലിന്റെ പ്രത്യേകത എന്ത്? നമ്മൾ ആദ്യമേ ഗിൽഗാലിന്റെ പ്രത്യേകത എന്ത്? അവിടെ എന്ത് തടസ്സമാണെന്ന് കണ്ടു. സ്തോത്രം. അതിനുശേഷം ബഥേലിന്റെ പ്രത്യേകത എന്ത്? ഇതൊക്കെ നോക്കുക, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പായി. ബഥേൽ എന്ന് പറയുന്നത് ഗിൽഗാലിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വന്ന, അല്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്ന ആ സ്റ്റേജാണ് ഗിൽഗാലിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്ന് ഉരുട്ടി പാപത്തിന്റെ എല്ലാ അന്ധകാരത്തെയും മാറ്റി നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ കൊണ്ട് ആക്കി വെച്ചു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് അവിടെ നിൽക്കുമല്ല, അവിടുന്ന് ബഥേലിലേക്ക് മാറി. ബഥേലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിക്കാം. സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ച്, ഉൽപ്പത്തി പുസ്തകം 13:1, ജനസിസ് 13:1 ഒന്ന് വായിച്ച്. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. നോക്കുക, ബഥേലിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് വളരെ സമ്പന്നമായ പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാം വളരെ സമ്പത്തോടു കൂടി വന്ന് താമസിച്ച സ്ഥലമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ബഥേലിനെ പറ്റിയാ. ബഥേൽ, സ്തോത്രം. ഈ ബഥേൽ വളരെ സമ്പന്നമായ പ്രദേശമാണ്. ഈ സമ്പത്ത് മുഖേന എന്ത് ചെയ്തു? അബ്രഹാമും ലോത്തും തമ്മിൽ വഴക്കുണ്ടായതും ഇവിടെ വെച്ച അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായിട്ട് അവർ പിരിഞ്ഞ സ്ഥലമാണ് ബഥേലിന്റെ അനുഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സുഖസുഷിപ്തമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലം. ഇനിയും 28 ഒന്നുകൂടെ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 28:1. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി 19. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ആ പട്ടണത്തിന് ലൂസ്. ഈ ബഥേലിന്റെ പ്രത്യേകത അത് വളരെ സമൃദ്ധമായ ഒരു പട്ടണമായിട്ടാണ്, ഒരു പ്രദേശമായിട്ടാണ് നാം കണ്ടത്. ഇപ്പൊ നാം വായിച്ചത് യാക്കോബ് ബഥേലിൽ വന്ന് പാർത്തു. തന്റെ ചേട്ടനെ കളിപ്പിച്ചു വരുന്ന പാർക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടെ വെച്ചൊരു ദർശനവും കണ്ടു. ആര്? യാക്കോബ്. എന്താ ദർശനം കണ്ടത്? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ഗോവണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ഗിൽഗാൽ കഴിഞ്ഞ് ബഥേലിലേക്ക് വരുമ്പോൾ ദിവ്യ ദർശനങ്ങളുണ്ട്. സ്തോത്രം അല്ലെ? ദിവ്യ ദർശനങ്ങൾ, യഹോവയുടെ ദർശനം പ്രാപിപ്പാൻ ആർക്ക് കഴിഞ്ഞു? ബഥേൽ യാക്കോബിന് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു വാഗ്ദത്തം, ഞാൻ നിന്നെ കാക്കും, അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ അപ്പോൾ യാക്കോബ് ഓർക്കപ്പെടുന്നത്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. 15 വാക്യം വായിച്ച്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ
നോക്കുക, ഈ ബഥേലിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടുന്ന് ദൈവം അവനെ അനുഗ്രഹിച്ച് ദൈവം അവന് വാഗ്ദത്തം നൽകിയാണ്. ഞാൻ നിന്നോട് കൂടെ, വായിച്ച 15, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ ദിവ്യ ദർശനങ്ങളെ കാണുവാൻ യാക്കോബിന് കഴിഞ്ഞത് ബഥേലിൽ വന്ന് താമസിച്ചു. ബഥേലിൽ വന്ന് താമസിച്ചത് കൊണ്ടാണല്ലോ. ആ ബഥേലിൽ വന്ന് താമസിച്ച് ദിവ്യ ദർശനങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് യഹോവയുടെ കയ്യിൽ നിന്നും വാഗ്ദത്തം വാങ്ങുകയാണ്. എന്ത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ അവനോട് പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നോക്കുക, എന്ത് ഭയങ്കരമായ ഒരു വാഗ്ദത്തമായി ബഥേലിൽ നിന്ന് ആർക്ക് കിട്ടിയ? യാക്കോബിന് കിട്ടിയത് അല്ലേ? യഹോവ പറയാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു ഓൾവേസ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ പരിപാലിക്കും. നീ പോകുന്നിടത്തൊക്കെ നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു വാഗ്ദത്തം നമുക്ക് കിട്ടി. ആ സ്ഥലത്തു നിന്ന് നമ്മൾ എവിടെ ഇങ്ങോട്ടേലും പോവോ? അല്ലേ? ആദ്യം ഗിൽഗാൽ, പിന്നെ നാം എവിടെ വന്നു? ബഥേലിൽ. അവിടെ ദിവ്യ ദർശനങ്ങളെയും നാം കാണുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും ദൈവത്തിന്റെ സാന്നിധ്യം പേഴ്സണലായിട്ട് രുചിച്ചറിയാൻ കഴിയുന്ന സ്ഥലമാണ് എവിടെ? ഈ ബഥേൽ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുന്ന പ്രദേശമാണ് ഏത്? ബഥേൽ. നമുക്ക് ഇങ്ങനെയാണ് ഒരു വാഗ്ദത്തം കിട്ടിയ പിന്നെ നമ്മൾ അവിടുന്ന് അനങ്ങുമോ? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ വാഗ്ദത്ത വചനങ്ങളൊക്കെ നേടിയെടുത്ത് അവിടെ താമസിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു ദർശനം കർത്താവ് നൽകി തന്നിട്ടുണ്ട്. നമുക്കൊരു ദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ബഥേലിൽ തീരത്തില്ല. സ്തോത്രം. ബഥേലിന്റെ അനുഭവത്തിലൂടെ മാത്രം നാം കടന്നു പോവുകയാണെങ്കിൽ ദർശനങ്ങളുണ്ട്, വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വെളിപ്പാടുകൾ തരും, ഒക്കെ ശരിയാണ്. എങ്കിലും അവിടെ നിൽക്കാനല്ല എന്നെ നിന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ടുള്ളത്. അവിടുന്ന് നമുക്കൊരു യാത്രയുണ്ട്. യാത്രയ്ക്ക് തടസ്സമായിട്ട് നോക്കുക, കൂട്ടത്തിലുള്ളവരുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? യാത്രയ്ക്ക് തടസ്സമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരുമുണ്ട്. ഈ ആത്മീക അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പെർഫെക്റ്റ് അല്ലേ? കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്ത നിനക്കൊരർത്ഥവും ഭവിക്കത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഒക്കെ ഉണ്ട്. നീ എവിടെയെല്ലാം പോയാലും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നീ പോകുന്നിടത്തൊക്കെ നിന്നെ അനുഗ്രഹിച്ച് തിരിച്ച് ഞാൻ കൊണ്ടുവരും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് യാക്കോബിനോടുള്ള. ഇതേ സ്ഥലത്ത് നിന്നാണ് ദൈവികമായ ശ്രേഷ്ഠമായ വെളിപ്പാട് ആര് പ്രാപിച്ചത്? ഈ യാക്കോബ് പ്രാപിച്ചത്. അത് മാത്രമല്ല, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഈ ബഥേൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ ബഥേലിൽ താമസിച്ചാൽ എല്ലാം ഉണ്ടെങ്കിലും എന്നെയും നിന്നെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണം ബഥേലിൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ? ബഥേലിൽ ആ ദൗത്യ നിർവഹണം, ദൗത്യത്തിന്റെ പൂർത്തീകരണം നടക്കത്തില്ല. നമുക്ക് അവിടുന്ന് ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണ് അടുത്ത യാത്ര? പ്രൈസ് ദി ലോർഡ്. വായിക്കാം. യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. അടുത്ത സ്ഥലം യെരിഹോ. ആദ്യം കർത്താവ് നമ്മെ വിളിച്ചു, രണ്ടാമത് ദിവ്യദർശനങ്ങളെ നമുക്ക് തന്നു, വാഗ്ദത്തം നമുക്ക് തന്നു, വെൽ സെറ്റിൽഡ് ആക്കി. എല്ലാം ശരിയാണ്. അടുത്തത് യെരിഹോവിലേക്കൊരു യാത്രയുണ്ട്. ഏലീശയെ നിന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി, നിന്റെ മിഷന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി, നിന്റെ മിഷന്റെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി നീ ഗിൽഗാലിൽ നിന്നാലും പറ്റില്ല, ബഥേലിൽ നിന്നാലും പറ്റില്ല. അടുത്ത ഒരു സ്റ്റെപ്പ് യെരിഹോ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആത്മീക ജീവിതത്തിന് തടസ്സം, നമ്മുടെ യാത്രയ്ക്ക് മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന യെരിഹോ മതിൽ അല്ലേ?
നമുക്കറിയാമല്ലോ എരിഹോ മതിലിനെ പറ്റി. ഞാൻ വേദഭാഗം എടുത്ത് വായിപ്പിക്കുന്നില്ല. എരിഹോ മതില് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഗിൽഗാലിൽ വന്ന് പാളയം അടിച്ച് അവിടെ താമസിച്ചപ്പോൾ ഇസ്രായേൽ മക്കളെ കേട്ട് എല്ലാവരുടെയും ഹൃദയം ഉരുകി. അങ്ങനെ എരിഹോക്കാർ വലിയ മതിൽ നിർമ്മിച്ചേക്കാണ്. അവർ അതിന്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. എരിഹോ എന്ന് പറയുന്ന ആ പട്ടണം മതിലിനാൽ ചുറ്റപ്പെട്ട പട്ടണമാണ്. അവിടെ അവര് സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ദൈവജനത്തിന്റെ യാത്രയ്ക്ക് തടസ്സം എന്താണ്? ഒരു മതിലാണ്, അല്ലേ? ആ മതിൽ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. ആർക്ക്? ഈ ഇസ്രായേൽ ജനത്തിന് അവരുടെ പവർ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ആ മതിലിനെ തകർപ്പാൻ കഴിയുന്നില്ല. അവരുടെ ആയുധബലം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവർക്ക് എരിഹോ കീഴടക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്നപ്പോൾ സ്തോത്രം യോശുവ ദൈവത്തോട് ആലോചന ചോദിച്ചു. പറഞ്ഞു, എന്താണ്? നിങ്ങൾ ആ മതിലിന് ചുറ്റും വലം വയ്ക്കണം. ആ വാളിന് എന്ത് ചെയ്യണം? 7 ദിവസം ചുറ്റി നടക്കണം. മതിൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാം? മതി ഇതിലെ എന്നാ. വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലെ, ദാറ്റ് ഈസ് ഓപ്പൺ. മതിൽ എന്ന് പറഞ്ഞാൽ മതി, ഇനി അങ്ങോട്ടില്ല, അവിടെ നിൽക്കാനാണ് പറയുന്നത്. അപ്പോൾ യാത്രയ്ക്ക് തടസ്സമായിട്ട് പലതും മതി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ മതി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയല്ല നമ്മുടെ ദൗത്യം. സ്തോത്രം. ദൈവം അവരോട് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ മതിലിന് ചുറ്റി നടക്കണം, അല്ലേ? നിങ്ങൾ പന്തമെടുക്കണം, കുടമെടുക്കണം. സ്തോത്രം. ഇതെന്തെങ്കിലും യാത്രയ്ക്ക് പറ്റിയതാണോ? യുദ്ധത്തിന് പറ്റിയ സാധനങ്ങളാണ് ഈ പന്തവും മൺകുടവും ഒക്കെ. യുദ്ധത്തിന് ചെയ്യാൻ ബോംബും അന്ന് ആ സമയത്ത് വാളും പരിചയും അമ്പും വില്ലും ഒക്കെയാണ്. ഈ പന്തവും ഇതും കൊണ്ട് വല്ലതും പോയാൽ യുദ്ധം നടക്കുമോ? ഇല്ല, യുദ്ധം നടക്കത്തില്ല. എന്നാൽ 7-ാം ദിവസം യഹോവയ്ക്ക് അവർ ആർപ്പിട്ടു, അല്ലേ? യഹോവയ്ക്ക് ആർപ്പിട്ടു എന്ന് പറഞ്ഞാൽ ആരാധനയുടെ സകല സൗന്ദര്യവും വെളിപ്പെട്ടത് എവിടെയാ? എരിഹോവിലാ. ബന്ധനമഴിയും, കെട്ടുകൾ അഴിയും, മതിലുകൾ പൊളിയും. എവിടെ? ആരാധനയെങ്കിൽ. അത് യഥാർത്ഥമായി നടന്ന സ്ഥലമായത് എരിഹോ എന്ന് പറയുന്നത്. സ്തോത്രം. അവര് ആർപ്പിട്ടപ്പോൾ, അവർ ആരാധന നോക്കുക, മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതിരുന്നപ്പോൾ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവം പറഞ്ഞതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ ആർപ്പിട്ടപ്പോൾ, അവരുടെ മുന്നിലുള്ള സകല പ്രതിസന്ധികളെയും ദൈവം ഉന്മൂലനം ചെയ്ത് ആ പട്ടണം അവർക്ക് അവകാശമായി കൊടുത്തു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നോക്കുക, ജയം പ്രാപിക്കുന്ന സ്ഥലമാണ് എരിഹോ. ജയം പ്രാപിക്കുന്നത്, തോൽവിയില്ല. സ്തോത്രം. അവിടെ തോൽവിയില്ല. ആരാധന വെളിപ്പെടുന്ന സ്ഥലമാണ് എവിടെ? എരിഹോ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മുടെ മാറിയ സ്ഥലത്ത് നിന്ന് ദർശനവും വെളിപ്പാടും ദൈവിക വാഗ്ദത്തവും നേടി നമ്മൾ ആരാധനയെങ്കിൽ, അല്ലേ? ആരാധനയെങ്കിൽ തീ കത്തും, അല്ലേ? ബന്ധനമഴിയും, കെട്ടുകൾ അഴിയും ഒക്കെ ആരാധനയെങ്കിലുണ്ട്. സ്തോത്രം. അപ്പൊ ആരാധനയുടെ അനുഭവം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവം, വെളിപ്പാടുകൾ നേടി, അതുപോലെ ദൈവിക ദർശനങ്ങൾ നേടി, ദൈവിക വാഗ്ദത്തങ്ങൾ നാം അനുഭവിക്കുന്നു. അതുപോലെ ആരാധനയുടെ മാഹാത്മ്യം വെളിപ്പെടുന്നു. ആരാധനയെങ്കിൽ എല്ലാ ശത്രുവിന്റെ കോട്ടകളെയും നമ്മൾ ഇടിച്ച് തകർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിന്നാലും നിന്നോടുള്ള ദൗത്യത്തിന്റെ പൂർത്തീകരണം നടക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയൊക്കെ നിന്ന് നമ്മളൊക്കെ ഇതോർക്കും, ഇതൊക്കെ നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ പാരമ്യത്തിൽ നാം എത്തിയെന്ന് നാം വിചാരിക്കും. ഇത്രയൊക്കെ അനുഭവം വന്നാൽ സ്തോത്രം, ഇവിടെ എത്തിയാലും ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. സ്തോത്രം. ആ ചോദ്യം കേൾക്കാനും പറ്റത്തില്ല, അതിന് ഉത്തരം പ്രാപിക്കാനും പറ്റത്തില്ല. സ്തോത്രം. അടുത്ത ഒരു സ്ഥലത്തേക്കൂടെ അവർ യാത്ര പുറപ്പെട്ടു. പറയാം, വായിക്കാം. നീ ഇവിടെ താമസിച്ചു. അവിടെ തടസ്സമുണ്ട് കേട്ടോ, അവിടെ തടസ്സങ്ങളുണ്ട്. സ്തോത്രം.
തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ദൈവകൃപ നാം പ്രാപിക്കണം. അത് എവിടുന്ന് വന്നാലും കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത് യുണീക്കാ. ഹല്ലേലൂയ. എന്നെ വിളിച്ച വിളിയല്ല ശിവബ്രദറിനെ വിളിച്ചേക്കുന്നത്, ശിവബ്രദറിനെ വിളിച്ചേക്കുന്ന വിളിയല്ല ഷെൽബി സിസ്റ്ററെ വിളിച്ചേക്കുന്നത്, അല്ല, അങ്ങനെയല്ല. എന്നെ കർത്താവിന് എന്നിലൂടെ ഒരു ദൗത്യ നിർവഹണം ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എന്തെല്ലാം തടസ്സം വന്നാലും സ്തോത്രം, അതിനെ മറികടക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും നമുക്ക് അതിനുള്ള ഇച്ഛാശക്തി വേണം. ഹല്ലേലൂയ. അതാണ് പിന്നെ എലീശ പ്രവാചക ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് ഒന്നും പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം. ഇവിടെ നാം വായിക്കുന്നു, യോർദാനിലേക്ക് അയച്ചു. സ്തോത്രം. യോർദാന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? വേനൽക്കാലത്തും കൂടെ കര കവിഞ്ഞൊഴുകുന്ന അല്ലെ മരണനിഴലിൽ യോർദാൻ അല്ലെ. യോർദാൻ ആക്ച്വലി ഒരു മരണത്തിന്റെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കഷ്ടതയുടെ പ്രതീകമായിട്ട്, ഏറ്റവും നമ്മളെ തകർത്ത് കളയുന്ന, ഇത് വേനൽക്കാലത്തൂടെ എങ്ങനെ ഒഴുകും, പിന്നെ വളരെ ശക്തമായിട്ട് ഒഴുക്കുള്ള, അല്ലെങ്കിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് യോർദാൻ നദി. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സ്തോത്രം. അങ്ങനെ വളരെ ശക്തമായിട്ട് ഒഴുകുന്ന ഈ നദി ഇവിടെ നാം എത്തണം, ഇതൂടെ നാം കടക്കണം. ഹല്ലേലൂയ. യോർദാന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? അവിടെ മരണമൊക്കെ ഉണ്ടായാലും സ്തോത്രം, വഴി തുറക്കുന്ന സ്ഥലമാണ് യോർദാൻ. ഹല്ലേലൂയ. അവരുടെ പാദം ഇസ്രായേൽ ജനങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പെട്ടകം എടുത്തുകൊണ്ട് നിന്ന ആ പുരോഹിതന്മാരുടെ കാല് എവിടെ? യോർദാങ്കൽ പതിച്ചപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു തരുന്നത്, വഴി തുറക്കുന്ന സ്ഥലമായി യോർദാൻ. നാം അവിടെ എത്തണം. ഹല്ലേലൂയ. വഴി തുറക്കുന്ന സ്ഥലമായി യോർദാൻ, അവിടെ നാം എത്തണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം യോർദാനെ പറ്റി കാണുന്നതാണ്, യേശു സ്നാനമേറ്റ സ്ഥലമായി യോർദാൻ. സ്തോത്രം. സ്നാനമേറ്റ ഉടനെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ആവസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതാണ്, യോർദാൻ മരണനിഴലെന്നൊക്കെയാണ് നമുക്ക് കാണുമെങ്കിലും സ്തോത്രം, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ള സ്ഥലമായി യോർദാൻ. ഹല്ലേലൂയ. നമ്മളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, അതിനോടൊന്ന് ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിനക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആത്മാവിന്റെ ആവാസ സ്ഥലത്ത് നാം എന്നും ആയിരിക്കണം. യോർദാന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് ആവസിച്ച സ്ഥലം, ഇറങ്ങി വസിച്ച സ്ഥലമാണ് എവിടെ? ഈ യോർദാൻ എന്ന് പറയുന്നത്. ആ അനുഭവത്തില് ഞാൻ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത് പോലെ, ആദ്യം 1000 മുഴം അളന്നു, പിന്നെ 1000 മുഴം അളന്നു. നമുക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഹല്ലേലൂയ. കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കരുത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർ പറഞ്ഞോളൂ, ഒരു പെരുവില്ലെങ്കിലും എന്ത് ചെയ്യരുത്? നിലത്ത് മുട്ടരുത്. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ അല്ല നാം നിൽക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആയിട്ട്, ഒരു പൂർണ്ണമായ ദൈവിക പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ള ദൈവത്തിന്റെ ഇമ്പസ്വരം കേൾപ്പാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കടമയാണ്, അത് ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. നിന്നെ ദൈവം ആകർഷിച്ചിട്ടാ വന്നത്, വാഗ്ദത്തങ്ങൾ തന്നത് ദൈവമാ, നിനക്ക് ദർശനങ്ങളെ തന്നത് ദൈവമാ. ഹല്ലേലൂയ. നീ ആരാധിച്ചു, ശരിയാ,
അവിടെ കൊണ്ട് തൃപ്തിയാവാനല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടേണ്ട ഒരാവശ്യകതയുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം കർത്താവേ? എന്നോടുള്ള ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ആയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധാനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകി തരികയും ദൈവത്തിന്റെ മിഷൻ നമ്മിലൂടെ പൂർണ്ണമാക്കുവാൻ കഴിയുകയും ചെയ്യും. ദൈവജനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവേ,